നിങ്ങൾക്ക് ഒരു സിമ്പിൾ കോവയ്ക്കാത്തോരൻ എങ്ങനെ ഉണ്ടാക്കാം? എന്റെ വാഴ ഫ്രണ്ട് ഇവിടെ വ്ളോഗ് എടുത്തോണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോസ് യൂട്യൂബ് ചാനൽ. ഇനിയിപ്പോ ലഞ്ച് കോവക്കറിയാണ്. കോവയ്ക്കനെ പറ്റി പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊന്നും ഓർമ്മ വരുന്നില്ല. ഇവിടെ കൃഷ്ണ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കൃഷ്ണയ്ക്ക് കോവയ്ക്കനെ പറ്റി പറയുമ്പോൾ എന്തായിരിക്കും ഓർമ്മ വരുന്നത്? അമ്മയുടെ പേര് ഞാൻ ഉണ്ടാക്കല്ലേ, ഞാൻ അരി കഴിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഈ യൂട്യൂബ് വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ കോവയ്ക്കാത്തോരൻ എങ്ങനെ ഉണ്ടാക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മള് കോവയ്ക്ക് ഇങ്ങനെ ലൈക്ക് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചിടുകയാണ്. പിന്നെ കോവയ്ക്കത്തോരൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് കോവയ്ക്കാണ്. അപ്പൊ കോവയ്ക്ക വേണം, എന്നാലും നമുക്ക് കോവയ്ക്കത്തോരൻ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലേ കാവ്യ? ഇങ്ങനെ കോവയ്ക്കാസ് നമ്മൾ കുനുകുനുകുനാന്നരിയണം. ഇത് നമുക്കിങ്ങനെ പ്ലേറ്റിലേക്ക്. ഇത് നമ്മള് കൃഷ്ണയുടെ വീട്ടിൽ ഉണ്ടായ കോവയ്ക്കാസ് ആണ് ഗായ്സ്. പക്ഷെ നമ്മൾ പ്ലക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. നമ്മളിവിടെ കോവയ്ക്ക നമ്മൾ പുറത്തു പോയി വാങ്ങിയൊന്നുമില്ല. ഇവിടെ കൃഷ്ണയുടെ വീട്ടിൽ തന്നെ കോവയ്ക്കയുടെ ചെടി ഉണ്ടായിരുന്നു. കോവയ്ക്കയുടെ ചെടി എന്നല്ലേ പറയാ. ഇവിടെയാണ് നമുക്ക് കോവയ്ക്ക എന്താ അരിഞ്ഞ് കഴിയാത്ത കാവ്യ? എന്ത് സ്ലോ ആണ്. എന്റെ വാഴ ഫ്രണ്ട് ഇവിടെ വ്ളോഗ് എടുത്തോണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയാണ്. ഞാൻ വ്ളോഗ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹെൽപ്പ്. ഇതിനകത്താണ് കോവയ്ക്ക ഫ്രൈ വെക്കുന്നതെന്നാണ് കാവ്യ പറയുന്നത്. കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആരെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്? അടുപ്പ് കത്തിക്കാൻ പോവാ നമ്മള്. ഓക്കെ, അടുപ്പിൽ എങ്ങനെയാ ചോറ് വെക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ ഗൈസ്? നമ്മൾ അടുപ്പിൽ ചോറ് വെക്കുന്നത് കാണിച്ചു തരാൻ പോവാണ്. ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക.